സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി സ്ലൈഡ് ഷോ കൊടുക്കണേ ഒന്ന്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അഞ്ജു എല്ലാം ഓക്കെ അല്ലേ? ഹലോ. ഓക്കെയാ. ഹലോ ഓക്കെയാ. സ്ലൈഡ് ഷോ കൊടുക്കോ? സ്ലൈഡ് ഷോ ഇവിടെ നമ്മുടെ അനിമേഷൻസിന്റെ അവിടെ കൊണ്ട്. ഓക്കെ, സമാധാനത്തിൽ ചെയ്താൽ മതി ചേച്ചി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരിയായോ? ഓക്കെ ആയോ? ഓക്കെ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി. ഹലോ, എല്ലാവർക്കും കേൾക്കാവോ? ഹലോ, കേൾക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ സെക്കൻഡ് പാർട്ടിലെ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബേസിക് ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ കുറച്ചൊക്കെ കോർഡിനേഷൻ കെമിസ്ട്രി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ബേസിക് ഉണ്ടെങ്കിലേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം എന്തായിരുന്നാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിന്റെ അവസാനമാകുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറയണം. അപ്പൊ ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. എന്തായിരുന്നാലും ക്ലാസ് തുടങ്ങാം നമുക്ക്. അപ്പം കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണെന്ന് നമുക്ക് അറിയാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ അഡീഷൻ കോമ്പൗണ്ട്സ് that retain their identity in crystalline state as well as in solution. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് തന്നെ പറയാം. ഇവിടെ K4FeCN6 ഇതൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ രണ്ട് സ്പിയേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞൊരു ഔട്ടർ സ്പിയറും ഒന്നെന്ന് പറയുന്നത് ഒരു ഇന്നർ സ്പിയറുമാണ്. ഇവിടെ നമുക്ക് കാണാം K4FeCN6. നമ്മൾ ഇതൊരു സൊല്യൂഷനിൽ ഇതിനെ ഡിസോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഇതിന്റെ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടാഷ്യം അയൺ ഉണ്ട്, അയൺ ഉണ്ട്, സയനൈഡ് ഉണ്ട്. ഇത് സൊല്യൂഷനിൽ നമ്മൾ ഡിസോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ അയൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകത്തില്ല. അതിന് പകരമായിട്ട് FeCN6 4- ആയിട്ടും K4+ ആയിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെച്ചാൽ they retain their property in crystalline state as well as in solution. So the properties of this coordination compounds are entirely different from their constituents. ഇവിടെ തന്നെ നമ്മൾ K4FeCN6 അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയണിന്റെ പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ സയനൈഡിന്റെ പ്രോപ്പർട്ടി ആയിട്ടോ മാച്ചിങ് ആയിരിക്കത്തില്ല. അത് അതിൻ്റെതായ ഒരു കോംപ്ലക്സ് നേച്ചറാണ് കാണിക്കുന്നത്. നമുക്ക് ഇത്രയും ബേസിക് കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്തൊക്കെയാണ്, ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പം ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ബേസിക് ആയിട്ട് കളർ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് DD ട്രാൻസിഷൻസ് വഴിയാണ് നമുക്ക് കളേർഡ് കോംപ്ലക്സ് സാധാരണയായിട്ട് കിട്ടുന്നത്. അപ്പം DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ലെവലിലെ ഇലക്ട്രോൺസ് നമുക്കറിയാം 5 ടൈപ്പ് ഡി ഓർബിറ്റൽസ് ഉണ്ടെന്നറിയാം. DX, DY, DZ, DX² - Y², DZ². അപ്പൊ ഇതിന്റെ DXYയിൽ നിന്ന് DXZ അങ്ങനെയുള്ള ട്രാൻസിഷൻസ് നടക്കാറുണ്ട്. പക്ഷേ ചില കേസിൽ ഡി ഓർബിറ്റൽ ഒന്നുകിൽ ഫുള്ളി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസെ കാണത്തില്ല. ഇങ്ങനെയുള്ള കേസിലും എന്ത് കാണിക്കും? ചില കോംപ്ലക്സ് കളർ കാണിക്കും. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഈ കളറിന് കാരണം എന്ന് പറയുന്നത് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയാണ്. അപ്പം ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, അതിന് നമ്മൾ LMCT എന്ന് പറയും. രണ്ടാമത്തെ എന്ന് പറയുന്നത് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, അതിന് നമ്മൾ MLCT എന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് മെറ്റൽ ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, അതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഇന്റർവാലൻസ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് പറയും. അത് MMCT എന്ന് അറിയപ്പെടും. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ലിഗാൻഡ് ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, അതിന് LLCT എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രാ ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് പറയാറുണ്ട്. ഇതിൽ നമ്മുടെ ഇമ്പോർട്ടൻസ്, നമ്മൾ സാധാരണയായിട്ട് എക്സാമിനേഷൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് LMCTയും MLCTയും ആണ്. നമുക്കിവിടെ അത് എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ ജസ്റ്റ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 4 ടൈപ്പ് പഠിക്കണം. LMCTയും MLCTയും MMCTയും LLCTയും പഠിക്കണം.
ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവാതുണ്ടോ? ഹലോ ഹലോ, കേൾക്കാം കേൾക്കാം. ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കെമിസ്ട്രിയുടെ ഇതിന്റെ ബേസ് കുറവായതുകൊണ്ടേ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഇതിന്റെ മെയിൻ കാര്യത്തിലോട്ടൊന്നും കടന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഡി ഡി ട്രാൻസിഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു കാണത്തില്ലേ +2-ലൊക്കെ? മറന്നുപോയില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഈ എന്താ പറയുക അപ്പം കെമിസ്ട്രി ബേസ് ഉള്ളവർ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിക്ക് അത് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു പോയത്. ജസ്റ്റ് എന്നാലും ഞാൻ ഒന്ന് പറയാം. ഡി ഡി എന്ന് വെച്ചാൽ ട്രാൻസിഷൻ മെറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? ഡി ബ്ലോക്ക് എലിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ. ഓക്കെ ഓക്കെ, അതറിയാം. അപ്പൊ അതിനകത്ത് നമ്മൾ ആ ഒരു പോർഷൻ പഠിക്കുമ്പോൾ +2-ന് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഡി ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞ് പഠിക്കും. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ്, ഇപ്പൊ ഡി ഓർബിറ്റിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് 5 സബ്ഷെൽസ് കാണും. DX, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇങ്ങനെ DX² -y², DZ², ഇതൊക്കെ ഓർമ്മയുണ്ടോ? അതറിയാം. അപ്പൊ ഇവിടെ ഈ ഡി ഓർബിറ്റൽ എന്ന് വെച്ചാൽ 10 ഇലക്ട്രോൺസിനെ എന്ന് വെച്ചാൽ ഓരോ സബ്ഷെല്ലിൽ 2 എണ്ണം വെച്ച് 10 ഇലക്ട്രോൺസിനെ ഡി സബ്ഷെൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് കളർ കിട്ടുന്നത് ഈ ഡി ഡി ട്രാൻസിഷൻ വഴിയാണ്. എന്ന് വെച്ചാൽ ഈ ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. T2G ലെവൽ എന്നും, സോറി എനിക്ക് ഇതിന്റെ T2G ലെവൽ എന്നും, എനിക്കിത് വെച്ച് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അതിന് ശരിയാക്കാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ കളറ് കിട്ടുന്നതെന്ന് പറയുന്നത് സ്പെക്ട്രയിലാണോ? എന്താണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്രോമിയത്തിന്റെ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്. ക്രോമിയത്തിന്റെ കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിന് ചില ഇന്റൻസ് ആയിട്ടുള്ള ഒരു കളർ കാണും. ഒരു എന്താ പറയുന്ന ഒരു ഓറഞ്ച് കളർ കാണും. അപ്പൊ ആ കോംപ്ലക്സിന്റെ കളറാണത്. ഇപ്പൊ നമ്മൾ പറയുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽസ് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും. അതിന്റെ ഒരു പർപ്പിൾ കളർ അല്ലേ, ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ അല്ലേ? ആ കോംപ്ലക്സിന്റെ കളറാണ്. സ്പെക്ട്രയുടെ കേസിൽ നമ്മളത് ആ കോംപ്ലക്സ് എന്ന് വെച്ചാൽ അതാണ് തന്നെ നമ്മൾ പല കോംപ്ലക്സിനും കളർ കാണിക്കും. ഒരുപാട്, അതായത് കെമിക്കൽ കോമ്പൗണ്ടിന്റെ കളർ അല്ലേ? കെമിക്കൽ കോമ്പൗണ്ട്, നമ്മൾ സ്പെക്ട്രയുടെ കേസിൽ പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടിന് തന്നെ കളർ കാണും. അപ്പൊ ആ കളറിന് കാരണം എന്ന് പറയുന്നത് ഡി സബ്ഷനിൽ തന്നെ. ഇപ്പൊ ഈ ട്രാൻസിഷൻ മെറ്റലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, അങ്ങനെയൊക്കെയുള്ള ട്രാൻസിഷൻ മെറ്റൽസ് ഇല്ലേ? അപ്പൊ അതിനകത്ത് ഡി സബ്ഷനിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ആ ഡി സബ്ഷനിലെ ഇലക്ട്രോൺസ് ഇപ്പം T2, ഈ ഡി സബ്ഷനിൽ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2G ലെവൽ അവിടെ 3 ഇലക്ട്രോൺസ് ആണ്. DXY, DXZ, DYZ എന്നും EG ആയിട്ട് ഇങ്ങനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ T2Gയിൽ ഒരു ഓർബിറ്റിൽ ഉണ്ടെന്ന്, ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എനർജി ഇപ്പം ലൈറ്റ് വന്ന് ഇതിനകത്ത് വീഴുമ്പോഴത്തേന് ഇതെന്ത് ചെയ്യും? അടുത്ത ലെവലിലോട്ട് മാറും. EGയിലോട്ട് ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഗ്യാപ്പ് വിസിബിൾ റേഞ്ചിലാ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കളർ കിട്ടും. അതിന് ഈ ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് മിനിമം ഒരു ഇലക്ട്രോൺസ് വേണം. ഇത് ഫുള്ളി ഫിൽഡ് ആണെന്ന് വിചാരിക്കുക. നോക്കിയേ, ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെ അറിയാലോ നിങ്ങൾക്ക്, ഇലക്ട്രോൺസിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ? ഹലോ, അറിയാം. അപ്പൊ ഇത് ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ഡി ഇലക്ട്രോണിനെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? ഇത് DXYZ, DXZ, DYZ, ഇത് DX² - Y², DZ². അപ്പൊ ഇവിടെ ഫുള്ളി എല്ലാത്തിനകത്ത് ഇലക്ട്രോൺസ് ഫില്ലായിട്ടിരിക്കുക. എല്ലാത്തിനകത്ത് ഇലക്ട്രോൺസ് ഫില്ലാണെന്ന് വെച്ചാൽ ഇത് ഈ ഇലക്ട്രോണിനെ ഞാൻ നോക്കി, ഈ ഇലക്ട്രോണിന്റെ കേസിൽ ഇതിന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു ഇതിനകത്ത് 2 ഇലക്ട്രോണെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെന്ത് ചെയ്യും? കളർ യൂഷ്വലി വന്നുകൂടാത്തതാണ്. പക്ഷേ ചില കോംപ്ലക്സിന്റെ കേസിൽ ഡിയില് ഫുൾ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പോലും അവിടെ എന്തുണ്ട്? കളർ ഉണ്ട്. ഈ കളറിന് എന്താണ് കാരണം? അല്ലെങ്കിൽ നമ്മൾ ഡി ഇലക്ട്രോൺസ്, ഇപ്പം ടൈറ്റാനിയത്തിന്റെ കേസ് എടുക്കോ, ടൈറ്റാനിയത്തിന്റെ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് എടുത്തെന്ന് വെച്ചോ. ടൈറ്റാനിയത്തിനകത്ത് ഡി സബ്ഷനിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ടൈറ്റാനിയം 2+ ആവുമ്പോൾ എന്ത് പറ്റും? ആ 2 ഇലക്ട്രോൺസും പോകും.
ആ 2 ഇലക്ട്രോൺസും പോയാൽ പിന്നെ അവിടെ ഡി ട്രാൻസിഷൻ നടക്കൂ? കാര്യം ഡി സബ്ഷനിൽ ഇലക്ട്രോണേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ, മനസ്സിലാവുന്നുണ്ട്. എന്തോ ഉണ്ടാവും? മനസ്സിലാകുന്നുണ്ട്. അപ്പം ഈ 2 ഇലക്ട്രോൺസും പോവാന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ടൈറ്റാനിയത്തിൽ ഡി ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഡി ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അവിടെ കളർ വന്നുകൂടാ. പക്ഷേ ടൈറ്റാനിയത്തിന്റെ ചില കോംപ്ലക്സ് ഇന്റൻസ് കളർ കാണിക്കുന്നുണ്ട്. ഇതിനെന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ എന്തിലോട്ട് വരുന്നത്? ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയിലോട്ട് വരുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതെന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ട് ഈ കളർ വരുന്നു മനസ്സിലാവുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഡി സബ്ഷനിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഡി സബ്ഷനിൽ 10 ഇലക്ട്രോൺസും ഉണ്ട്. ഇങ്ങനെയുള്ള 2 കേസിൽ നമ്മൾ കളർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഡി സബ്ഷനിൽ ഒന്നുകിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഫുള്ളും ഫില്ല് ചെയ്ത് തരുന്നാൽ എന്ത് പറ്റും? ട്രാൻസിഷൻ നടക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ എന്തുകൊണ്ടാണ് ചില കോംപ്ലക്സ് കളർ കാണിക്കുന്നത്? ഇതാണ് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയിലൂടെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള 4 ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് LMCT, രണ്ടെന്ന് പറയുന്നത് MLCT, മൂന്നെന്ന് പറയുന്നത് എന്താണ് MMCT, നാലെന്ന് പറയുന്നത് LLCT. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുന്ന ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ട് ബാക്കിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിനകത്ത് മെറ്റലും ഉണ്ട്, ഒരു ലിഗാൻഡും ഉണ്ട്. ഈ മെറ്റലും ലിഗാൻഡും തമ്മിൽ ഓൾറെഡി ഒരു ബോണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ മെറ്റൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ മെറ്റൽ ആവാം, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ മെറ്റലിന്റെ ഓർബിറ്റൽസ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. വരപ്പൊന്നും ശരിയല്ല. ഇത് മെറ്റൽസിന്റെ ഓർബിറ്റലാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒരു സിംബോളിക് ആയിട്ട് കാണിക്കുകയാണ്. ഇത് ലിഗാൻഡിന്റെ ഓർബിറ്റലാണ്. ഇതിനകത്തല്ലേ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഇത് ലിഗാൻഡിന്റെ ഓർബിറ്റലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ലിഗാൻഡിന്റെ ഓർബിറ്റലില് ഇലക്ട്രോൺസ് ഉണ്ട്, എന്നാൽ മെറ്റലിനകത്ത് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഈ ലിഗാൻഡിന് മെറ്റലിലോട്ട് ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്ത്? ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്രം എന്ന് പറഞ്ഞത്. ഇനി തിരിച്ച് നിങ്ങൾ എടുത്ത് നോക്കിക്കേ. അടുത്ത കേസ് മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ. മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് നമ്മുടെ ലിഗാൻഡിന്റെ കേസില് ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല. ഇവിടെ നോക്കുക, ഒരു സെക്കൻഡ്. ഹലോ ഹലോ ചേച്ചി കേൾക്കാം.